536 വോട്ടുകളുമായി സയ്യിദ് അബ്ദുള്ള കോയ സഖാഫി ഒന്നാം സ്ഥാനം. 520 വോട്ടുകളുമായി അബ്ദുൽ മജീദ് ഹാജി കോട്ടിയേരി 2. 495 വോട്ടുകളുമായി സലീം മുസ്ലിയാർ കോട്ടിയേരി. 495 വോട്ട് ഇമ്പിച്ചി മുഹമ്മദ് എളമ്പിലാശ്ശേരി. 494 വോട്ട് അബ്ദുൾ റസാഖ് ഹാജി ബൈക്കാട്ട്. 493 വോട്ട് ഉമർ ഹാജി കണയംകോട്. 490 വോട്ട് റഫീഖ് മരാക്കുടിയിൽ. 484 വോട്ട് ടി അബ്ദുൽ ഹമീദ് ഹാജി തട്ടാമ്പുട്ടിൽ. 475 വോട്ട് സൈനുദ്ദീൻ നിസാമി തലപ്പോയിൽ. 473 വോട്ടുമായി ആലിമോൻ കൊടക്കല്ലിൽ. 471 വോട്ടുമായി ഇ പി ആലി ഹാജി. 468 വോട്ടുമായി അബ്ദുറഹ്മാൻ കുട്ടി ആനപ്പാറ. 457 വോട്ടുമായി മുഹമ്മദ് ഹാജി കണയങ്കോട്. 453 വോട്ടുമായി യൂസുഫ് ഹാജി നടുവലശ്ശേരി. 442 വോട്ടുമായി അബ്ദുൾ റസാഖ് ഹാജി MP. ഇങ്ങനെ ഈ 15 പേരെയാണ് കുന്നമംഗലം മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എത്ര കുപ്രചരണങ്ങൾ നടത്തിയാലും ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിന് ഇവിടെ വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അൽഹംദുലില്ലാഹ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നൽകിയതും കിട്ടിയതും സയ്യിദ് അവർകൾക്കാണ്. അല്ലാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി തങ്ങൾ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Alhamdulillah rabbil alamin. Salatu wassalamu ala ashrafil mursalin ala alihi wasahbihi ajma'in. നമ്മളെപ്പോഴും ആഗ്രഹിച്ചതും എല്ലാം നമ്മുടെ പള്ളി സുഹൃത്തുക്കൾ ജമാഅത്തിന്റെ അഖീദയിൽ ഉറച്ചു വിശ്വസിക്കുന്ന പള്ളി ഭരിക്കാൻ പറ്റിയ ആളുകളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണമെന്നാണ്. അതാണ് ഇന്ന് നമ്മുടെ മഹല്ലിലെ നിവാസികൾ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇതിനൊക്കെ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ ഞാനൊന്നുമല്ല, നമ്മളൊക്കെ ഇവിടെ നിന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇതിനു വേണ്ടി മാസങ്ങളോളം ഓടി നടന്ന ഉറക്കൊഴിച്ച ആളുകൾ, ഒരുപാട് രാത്രികൾ ഉറക്കൊഴിച്ചതിനു വേണ്ടി അത് തയ്യാറാക്കാനും അത് പ്രിന്റ് ചെയ്യാനും ഒരുപാട് സമയങ്ങൾ അവരുടെ ജോലികളൊക്കെ മാറ്റി വെച്ച് ഇതിനു വേണ്ടി ആരോഹണത്തിന് പരിശ്രമിച്ച ഒരുപാട് ആളുകൾ ഇതിന് പിന്നിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരുടെ ഉദ്ദേശങ്ങൾക്ക് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നല്ല ആഫിയത്ത് നൽകുമാറാവട്ടെ. അവരുടെ ജോലിയിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരുപാട് പ്രവർത്തകരും അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ മഹലിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ പുറത്തുള്ള നമ്മുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഒക്കെ നമുക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ, വളരെ വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു.
അതേപോലെ നമ്മുടെ മഹലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും ചാത്തങ്കാവ് ഭാഗം അവിടുത്തെ ആളുകൾ പ്രത്യേകം അവിടെ എല്ലാവരെയും വോട്ട് ചെയ്തു കൊണ്ട് നമ്മളെ വിജയിപ്പിച്ച് പ്രത്യേകം അവിടുത്തെ കമ്മിറ്റിക്ക് അവിടുത്തെ നാട്ടുകാർക്ക് പ്രത്യേക സമയത്ത് വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു അവർക്കൊക്കെ ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവിടെയൊക്കെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ കയ്യിൽ എപ്പോഴും നിലനിൽക്കണം. അതാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവർ ഒരുപാട് സമയം അവർ മെനക്കെട്ടിട്ടുണ്ട്. ആ നാട്ടിൽ ഓരോ ആളുകളെയും കണ്ട് പ്രത്യേകം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതേ രൂപത്തിൽ ആളുകൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ അവിടെ പോയി ചിലപ്പോൾ ഒപ്പിടേണ്ടി വരും. ആ ഒപ്പിടാൻ പോകുന്ന സമയത്ത് ഒപ്പിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പള്ളിയിലേക്ക് നമുക്ക് ഒന്നായിട്ട് സ്വലാത്തും ചൊല്ലി പോകുക. അതാണ് നമ്മളെ പ്രകടനം, അതാണ് നമ്മളെ സന്തോഷ പ്രകടനം. അല്ലാതെ മുദ്രാവാക്യ വിളിയോ ഒന്നും ഉണ്ടാവുകയില്ല. അത് നമുക്ക് പറ്റൂല. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. നമുക്ക് യാക്രമ വൈചൊല്ലി അതുപോലെയുള്ള സ്വലാത്ത് ചൊല്ലിയിട്ട് പള്ളിയിൽ പോയി അവിടെ സിയാറത്ത് ചെയ്ത് ഇശാ നിസ്കരിക്കാത്തവർ നിസ്കരിക്കുക. സുബഹിക്ക് ആണ് ഉസ്താദ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ കാത്ത് ഉസ്താദ് 9-9 വരെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വിഷയം പിന്നെ വാദിച്ച കവി പറയൂ. അപ്പോൾ ഉസ്താദ് ചിലപ്പോൾ ഇന്ന് നമ്മളെ കാത്ത് ചിലപ്പോൾ വിശ്രമത്തിലേക്ക് പോയിണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാളെ സുബഹി നിസ്കരിക്കാൻ എല്ലാവരും നമ്മുടെ പള്ളിയിലേക്ക് വന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മർക്കസിലേക്ക് ഉസ്താദിൻ്റെ അടുത്തേക്ക് എല്ലാ ആളുകളും നമ്മൾ അവിടെ സംബന്ധിക്കണം. വരാത്ത ആളുകളെ നമ്മൾ വിളിച്ചു പറഞ്ഞ് അവിടേക്ക് എത്തിച്ച് ഉസ്താദിന് നല്ലൊരു സന്തോഷം നമ്മൾ നൽകണം. കാരണം നമ്മുടെ ഖാദി ഉസ്താദാണ്. ഒരുപാട് ഈ വിഷയത്തിൽ ഉസ്താദ് കേട്ടിട്ടുണ്ട്. ഖാദിയെ മാറ്റണം എന്നുള്ളൊരു വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വരെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരക്കേട് കൊണ്ടാണെന്ന് പറഞ്ഞത് അന്ന് കമ്മിറ്റി മീറ്റിംഗ് ഞങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഖാദിയെ മാറ്റൽ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എല്ലാം മനസ്സിൽ എഴുതിയിട്ടുണ്ട്. കാരണം അത്രയും ഈ വിഷയത്തിൽ ഉസ്താദിനെ അവിടെ ഒരു കരുവാക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഖാദി ഖിയാമത്ത് നാൾ ഉസ്താദിനെ കാലം വരെ ഉസ്താദിനെ ഇവിടുത്തെ ഖാദി മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ദീർഘായുസ്സനത്തിന് നമുക്ക് 14 കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങൾക്ക് ഓരോ അമീർമാരുണ്ട്. ഒരു കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിമാരുണ്ടാവും. അവരാണ് ഈ കേന്ദ്രത്തിൽ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ ഇനിയിപ്പോൾ ചെയ്യാനുണ്ട്, ആ ലിസ്റ്റ് ഇതുവരെ വിളിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മളെ ഇപ്പോൾ ഈ കേന്ദ്രം ഞാനിപ്പോൾ സഫറുള്ളൻ്റെ ഒരു കേന്ദ്രം നമ്മളെ വറ്റിയാക്ക് അപ്പോൾ സഫറുള്ള എന്നോ പറഞ്ഞ രാത്രി ചിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എല്ലാ വീട്ടിലേക്കും അദ്ദേഹം പോയി. അവിടുന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തു നമുക്ക് പള്ളി നിലനിൽക്കൽ സുന്നത്ത് ജമാഅത്തിന് ആളുകൾക്ക് വോട്ട് ചെയ്യണം. അദ്ദേഹം ഇന്നോ പറഞ്ഞു ഞാൻ എല്ലാ ആളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ കേന്ദ്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്. അള്ളാഹു നല്ല ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിച്ചവർക്കൊക്കെ അള്ളാഹു ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. അവിടെ കീഴിലുള്ള മസ്ജിദ് ത്വയ്ബ അള്ളാഹു അതിന് വലിയ പുരോഗതി നൽകുമാറാവട്ടെ. അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ചാത്തങ്കാവിലെ നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഒരു കാലം നമുക്ക് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു തആല പള്ളി സുന്നത്ത് ജമാഅത്ത് കീഴിലാക്കി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വാസ സക്കാഫി